തൊഴിലുറപ്പ് തട്ടിപ്പിന് കേന്ദ്ര സർക്കാരിന്റെ പൂട്ടുവീഴുന്നു. പദ്ധതിയിലെ ക്രമക്കേടിൽ സംസ്ഥാന വ്യാപക ഓഡിറ്റിംഗിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം. ക്രമക്കേട് നടത്തിയവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം എന്നാണ് നിർദ്ദേശം. മാത്രമല്ല 15 ദിവസത്തിനകം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന തൊഴിലുറപ്പ് മിഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിലെ വ്യാപകമായ ക്രമക്കേടുകൾ, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ, ആ തട്ടിപ്പിൻ്റെ സ്വഭാവം, ഇതൊക്കെ സംബന്ധിച്ചുള്ള വളരെ വിശദമായൊരു അന്വേഷണ സ്വഭാവത്തിലുള്ള റിപ്പോർട്ട് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇതിനു മുമ്പ് 24 വെച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ വാർത്ത ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ആ റിപ്പോർട്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗുരുതര ക്രമക്കേടുകൾ നടക്കുന്നുവെന്നാണ് കേന്ദ്ര അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതോടെ സംസ്ഥാന വ്യാപക ഓഡിറ്റിന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം നിർദ്ദേശം നൽകി. സംസ്ഥാന തൊഴിലുറപ്പ് മിഷൻ നൽകിയ ഉത്തരവിൽ കർശന നടപടിക്കാണ് നിർദ്ദേശം. ക്രമക്കേട് നടത്തിയവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും ശുപാർശയുണ്ട്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ബ്ലോക്കിൽ ഉൾപ്പെട്ട ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിലെ ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തിയാണ് ഉത്തരവ്. തൊഴിലുറപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി മെറ്റീരിയൽ വർക്കുകൾ, യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് കോൺട്രാക്ടർമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും തൊഴിലാളികളുടെ പേരിൽ തുക മാറിയെടുത്ത കോൺട്രാക്ടർമാർക്ക് കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് സംസ്ഥാന വ്യാപകമായി നടന്നു വരുന്നത്. ഇത് സംബന്ധിച്ച 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. പദ്ധതിയിലെ ചട്ടപ്രകാരമുള്ള ഏക നിയമാനുസൃത പരാതി പരിഹാര സംവിധാനമായ ജില്ലാ ഓംബുഡ്സ്മാൻമാരുടെ ഉത്തരവുകളെ സംസ്ഥാന ജില്ലാ മിഷനുകൾ അവഗണിക്കുന്നതാണ് അഴിമതിക്ക് പ്രധാന കാരണം. തൊഴിലുറപ്പ് നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന് മേൽ കർശന നടപടി വരുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്രം നൽകിയത്. കൃത്യമായ പരിശോധനയും നിയന്ത്രണങ്ങളുമില്ലാതെ ഉദ്യോഗസ്ഥരെയും കരാർ ജീവനക്കാരെയും കയറൂരിവിടുന്ന സംസ്ഥാന തൊഴിലുറപ്പ് മിഷന്റെ തെറ്റായ സമീപനമാണ് അഴിമതി പെരുകാൻ മറ്റൊരു കാരണം. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.